യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നതിന് ശേഷം ഈ റീൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോഴുള്ള ക്രേവിങ്സ് ഉണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രേവിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. സുജിത് ഭക്തൻ്റെ വീഡിയോ ഒരു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി തായ്ലാൻഡിലൊക്കെ കണ്ടു പോയിട്ട് ഏതോ ഒരു മീൻ പൊളിച്ചത് കഴിക്കുകയായിരുന്നു സംഭവം. ഇവിടെ ഇപ്പം നമ്മൾ തായ്ലാൻഡിലൊന്നും അല്ലല്ലോ. അപ്പം നമുക്കൊരു ഫുഡ് കഴിക്കണം തോന്നി, ഒരു ഫിഷ് തന്നെ കഴിക്കണം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അടുത്തന്നെ ഒരു ചേട്ടനുണ്ട്, മീനൊക്കെ കൊണ്ടുത്തരും, ക്ലീനാക്കി അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുത്തരുന്ന ഒരു പാഞ്ചു. ഓക്കെ, ആ പാഞ്ചുവിനെ വിളിച്ചു. ഹലോ, മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ഡോക്ടറെ മീനുണ്ട്, പക്ഷെ അങ്ങോട്ട് കൊണ്ടുതരാൻ പറ്റില്ല, വണ്ടിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഏത് മീനാണ് ഉള്ളതെന്ന് ചോദിച്ചു. ആ ഓലിയേ ഉള്ളതെന്ന് പറഞ്ഞു. എന്നാൽ ഒന്നും നോക്കണ്ട, ഒരാവോലി ഇങ്ങ് കട്ട് ചെയ്തെടുത്തു. ചെറിയ ബിരിയാണി കട്ട് വേണോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും മുറിക്കണോ, കറി കട്ട് വേണോ നോക്കും. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, തല മാത്രം കട്ട് ചെയ്യുക, വയറ് ക്ലീനാക്കുക, സംഭവം ഇങ്ങോട്ട് എടുത്തോന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല. പുള്ളി കേട്ട ബാധി കേൾക്കാതെ എന്നോട് ചോദിക്കുക ബുക്ക് വേണോ. ഞാൻ ചോദിച്ചു ബുക്കോ, അതെന്താ സാധനം? അപ്പം എൻ്റെ അടുത്ത് പറയാ, ഇപ്പോൾ ഒരു പുതിയ മോഡലുണ്ട് ബുക്ക് പോലെ കട്ട് ചെയ്യുന്നത്. പുതിയ മോഡലല്ല, ഈ അൽഫാമിനൊക്കെ വേണ്ടി കട്ട് ചെയ്യുന്നതേ. അപ്പോൾ പുള്ളി അങ്ങനെയും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ബുക്കും പെന്നൊന്നും വേണ്ട, തൽക്കാലം അതിനെ ഉള്ള രൂപത്തിൽ ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഒരു 1.25 കിലോ ഉണ്ട്, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പോന്നോട്ടെ, ഏതായാലും മീനല്ലേ, ഒരു വഴിക്ക് പോവല്ലേ, എടുത്തോന്ന് പറഞ്ഞു. 1.5 ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. അത്ര വേണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് 1.25 സംഭവം വയറൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ നല്ല മുട്ടയുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ അതൊന്നും എടുക്കാണ്ട് മെല്ലനെ കൊണ്ടു തന്നു. ഇച്ചിരി എനിക്കൊരു എക്സസും കൂടെ കട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പിടിച്ച് കട്ട് ചെയ്യാൻ നോക്കി. എന്നെക്കാട്ടും ഉശിരുള്ളൊരു മീനായതുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതൊന്നും കട്ട് ചെയ്തെടുക്കാൻ. എന്തായാലും ഞാൻ ശിവനേന്ന് വിളിച്ചിട്ട് സംഭവം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി മുട്ട ഇരിക്കുന്നു. നല്ല ഭംഗിയുള്ള വലിയ വലിയ മുട്ട, നല്ല മൂത്ത മീനായതുകൊണ്ടാന്ന് തോന്നുന്നു, നല്ല മുട്ടയായിരുന്നു സംഭവം. അത് ഞാൻ മാറ്റി വെച്ചപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓടി വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ പരിപാടി ഞാൻ നോക്കാം, നീ ഈ ഫിഷിൻ്റെ കാര്യങ്ങൾ നോക്ക്. അങ്ങനെ അതിന് വരയിടാനൊക്കെ എൻ്റെ ഈ ഉള്ള എനർജി മൊത്തം എടുത്തിട്ട് ഞാൻ അങ്ങനെ വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വെട്ടൊക്കെ ഇട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മളെ മുട്ട അങ്ങ് അടുപ്പിൽ കയറിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാലോ കൂടുതൽ എന്തിന് പറയണം അല്ലേ. അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ മസാല പെരക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി മാരിനേഷൻ തന്നെ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. വലിയ മീനല്ലേ, ഒത്തിരി ഡ്രൈ ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണേൽ അത് ഒഴിവാക്കാം കേട്ടോ. ഒത്തിരി ഹെൽത്തി ആയിട്ടൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ആ ഒരു പോർഷൻ അങ്ങ് വിട്ടേക്ക്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മസാല മാരിനേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നന്നായിട്ട് പെറുക്കിക്കോ, ഒരുപാട് മസാല വേണം. വലിയ മീനാണ്, ചെറിയ ചെറിയ കഷ്ണം വറുക്കണ പോലെയല്ലല്ലോ, ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കണ്ടേ. അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഒത്തിരി നേരം ഇങ്ങനെ കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഭയങ്കരമായിട്ട് പൊള്ളിയതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ വലിയ മാരിനേഷൻസ് ഒക്കെ വരുമ്പം ഹസ്ബൻഡാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ്. പുള്ളിക്ക് ഇതിൽ വലിയ താല്പര്യമാണ് ഈ മസാല പുരട്ടാൻ മാത്രം. വേറെയുള്ള കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ലെങ്കിലും ഈ നന്നായിട്ട് ചിക്കനിലും മീനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് തരും. അത് തന്നെ ഒരു ഹെൽപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാത്രി കഴിക്കാൻ വെച്ച ചിക്കനും ഐറ്റംസൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാബേജും പിന്നെ കക്കിരിയും അങ്ങനെ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഫിഷിൻ്റെ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആണല്ലോ. വെറും ഫിഷാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെ സംഭവങ്ങൾ റൊട്ടിയോ ഒന്നും വേണ്ടാന്നാണ് ആൾ പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ മാരിനേഷൻ ഒരു 10-15 മിനിറ്റ് നീണ്ടു നിന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിനിങ്ങനെ മസാല പിടിക്കണേ കുറേ നേരം മസാജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ആളുടെ കൺസെപ്റ്റ്. ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. ഇത്രയും സമയം അത് പെരുക്കി കഴിഞ്ഞാൽ കൈയിൻ്റെ അവസ്ഥ എന്താവുന്നായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷേ അതിങ്ങനെ കുറേ നേരം മസാജ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിട്ടോന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ TV കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ എന്ത് നോക്കാനാ, മീനാവുന്നവരെ ഇത് കഴിച്ചിരിക്കുക എന്നുള്ള ഒരു പരിപാടിയിലും ഒരു തീരുമാനത്തിലും അങ്ങ് എത്തി. അങ്ങനെ അതൊക്കെ ഒന്ന് പ്ലേറ്റിലോട്ട് തട്ടി നമ്മൾ കുറച്ച് സാലഡ്സൊക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് അതങ്ങ് കഴിച്ച് തീർത്തിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് പിന്നെ എനിക്ക് പറയാനോ വിവരിക്കാനോ പോലും അറിയില്ല.
അത്രയും ഗംഭീരമായിരുന്നു. മീനിനെക്കാട്ടിലൊക്കെ അടിപൊളിയാണ്. മീൻ മുട്ട എത്ര പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇത്രയും വലിയ മുട്ട. ചെറിയ മുട്ട ഇഷ്ടമാണ് കേട്ടോ, മത്തീൻ്റെ മുട്ടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഇതേപോലത്തെ മുട്ടകളും എനിക്കിഷ്ടം. സംഭവം അടിപൊളിയായിരുന്നു. എൻ്റെ മുഖത്തെ ആ എക്സ്പ്രഷനും എൻ്റെ സന്തോഷവും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവല്ലേ. ഈ ആപ്പ് നമ്മൾ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. അവളുള്ള ടൈമിൽ ഇതേപോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും പറ്റാറില്ല. കാരണം വെച്ചാൽ അവൾക്ക് ഓൾറെഡി പെട്ടെന്ന് വിശക്കും ഉറങ്ങും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് പ്ലാനിങ് ഒന്നും നടക്കാറില്ല. അവളുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ 2 ദിവസം മുന്നേ ഒക്കെ ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. ആ സമയത്ത് ചിലപ്പോൾ മീൻ കിട്ടിയില്ല വരും, നമുക്ക് മൂഡില്ലാണ്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പം 9 മണിക്കാണ് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. അപ്പോൾ എന്തായാലും അവളുണ്ടെങ്കിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീൻമുട്ടയൊക്കെ സൈഡിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഇട്ടതിന് ശേഷം കഴിക്കാമെന്നും പറഞ്ഞിട്ട് ആ മീൻമുട്ട അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെച്ച് നല്ലോണം ബട്ടർ തേച്ചിട്ട്, ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തത്. കാരണം ഇത്രയും വലിയ മീൻ ഫിറ്റാവുന്ന ഒരു പാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതൊക്കെ കുറച്ച് ചെറിയൊരു പാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ കുറച്ച് വലിയൊരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ബട്ടർ തേച്ചു, മീനിട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സോയ സോസും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് അവൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഗ്രില്ലോ OTG അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ OTG ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഓവനുണ്ട്, പക്ഷേ അതിലിത് കൊള്ളില്ല. ചെറിയ സൈസാണ്, ഒരു 3.5 ലിറ്റേഴ്സിൻ്റെ ഒക്കെയാണ്. അപ്പോൾ അതിലിത് പറ്റില്ല. അത് കുത്തിരി കാണുന്ന പോലെയല്ല, വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും വലിപ്പമുണ്ട് മീനിന്. അപ്പം എന്തോ അത് ചെറുതായിട്ട് കുറച്ച് ലോങ് ഷോട്ട് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സോയ സോസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ മാറും എന്തായാലും. അപ്പോൾ അത് ആദ്യം മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ 2 സൈഡും ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്ത് ബട്ടറിലാണ് ഫുള്ളായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തു. പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആളെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ആ വാലൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ ഡെക്കറേഷനിലെല്ലാം വലിയ കാര്യമുണ്ടോ. അപ്പോൾ ഞാൻ ഈ ഫിഷിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് സൈഡിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു എരിവിന് വേണ്ടിയിട്ട്. അഥവാ എരിവ് കുറവ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് നമ്മൾ മയോണൈസോ അല്ലെങ്കിൽ മറ്റ് സോസോ ഡിപ്പോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് തലേദിവസം വാങ്ങിച്ചിട്ടുള്ളൊരു AFCൻ്റെ ഒരു മയോണൈസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതായിരിക്കുമോ എന്ന് വിചാരിച്ച് ചുമ്മാ എടുത്തു നോക്കി. പക്ഷേ അതിനൊരു ബാഡ് സ്മെൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. മയോണൈസിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നേരെ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല രീതിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഫിഷും മുളകും പിന്നെ ഉള്ളിയും ക്യാബേജും ഒക്കെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അത് ഫിഷ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ശരിക്കും അത് ഫീൽ ചെയ്യും. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി, അത്രയും ഫ്ലഷ് ഉണ്ടായിരുന്നു. 1.5 കിലോൻ്റെ ഒരു മീൻ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും, നേരിയ ആവോലി പോലെയല്ല. പിന്നെ അത്യാവശ്യം സീസൺ ആയതുകൊണ്ട് തന്നെ ആവോലിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എപ്പോഴും നാട്ടിൽ കിട്ടുമെങ്കിലും ചെറിയ ആവോലിയൊന്നും കഴിച്ചാൽ ഇത്രയും ടേസ്റ്റ് തോന്നാറില്ല. ഇതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മളൊരു ദിവസം കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മീനൊക്കെ ഇഷ്ടമുള്ളവരാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ്, നല്ല ഫില്ലിങ്ങുമാണ്, നല്ല ഹെൽത്തിയാണ്, പ്രോട്ടീൻ റിച്ചാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹാർട്ടിനും ബ്രെയിനിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്. ബൈ.